ശുഭമസ്തു. തൃക്കാരമണ്ണ ദുർഗയുടെ മുന്നിൽ ഏട്ടൻ നിനക്ക് വേണ്ടി നടത്തിയ രക്തഗുരുസിയുടെ പ്രസാദ. ആരാ കർമ്മം ചെയ്യുന്നറിയോ? സാക്ഷാൽ പട്ടാഴി മാധവൻ നമ്പൂതിരി. അവന്റെ അനിയന്റെ ജീവന ഞാൻ ദേവിയോട് ചോദിച്ചതെന്ന് പാവം പുറപ്പെടാ ശാന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പ്രസാദം തരുമ്പോൾ 2 കൈയും വെച്ച് അനുഗ്രഹിച്ചു. ഇച്ഛ പോലെ എല്ലാം നടക്കട്ടെ എന്ന്. മാധവന്റെ നാക്ക് പൊന്നാവട്ടെ. ഏട്ടൻ സാത്വികനാച്ച അനിയൻ നാസ്തികനാ. ഗിരി, ഒരിക്കൽ കൂടി ആ കുഞ്ഞുണ്ണിയെ ഈ ചെമ്പ്രയിലെത്തിക്കണം. നടക്കുവോ? അത്താണിക്കും മയിൽക്കുറ്റിക്കും മാത്രമല്ല, ഭൂമിദേവിക്ക് വരെ വില പറയുന്ന അവന്റെ ആർത്തി അത് അവസാനിക്കാത്തടത്തോളം നെല്ലൂർ മന കാണിച്ചു വിളിച്ചാൽ പട്ടിയെ പോലെ വരും. നിന്നെ അവനിപ്പോഴും സംശയമൊന്നും ഇല്ലാലോ? എന്നെയോ? ബെസ്റ്റ് ആക്ടറല്ലേ എടുത്തി? 1 അല്ല 3 തവണയാ യൂത്ത് ഫെസ്റ്റിവൽ പ്രൈസ് മേടിച്ചത്. മറന്നുപോയോ? ഈ മണിയൻകോട്ട് ഗിരിയല്ല, ആ എടപ്പാൾ ഗിരീശൻ. രണ്ടും രണ്ടാ. സംഭവങ്ങൾ നടക്കുമ്പോൾ ഗിരീശൻ ബാംഗ്ലൂരിലായിരുന്നല്ലോ. അതുകൊണ്ട് പട്ടാഴിക്കാർക്ക് എന്റെ മുഖം പരിചയമില്ല. കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. ഒരു വേട്ടനായെ പോലെ ഇരയെ ഓടിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ ഇട്ടു. അച്ഛാ, അനുഗ്രഹിക്കണം. ശുഭമസ്തു. അതെ, കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താനല്ല ഞാനിവിടെ വന്നത്. എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട്. എന്തിനാ ഇപ്പൊ എന്നെ കൊണ്ട് വിളിപ്പിച്ചത്? ഇത്രയിടം വന്നിട്ട് സ്വന്തം ഏട്ടനെയോ കണ്ടില്ല. ദേവിയെങ്കിലും ഒന്ന് കയറി കണ്ടൂടെ? രശീത് വെച്ച് പുണ്യം വിൽക്കുന്ന ഏർപ്പാട് എനിക്ക് ഇഷ്ടമല്ല. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. എനിക്ക് പോണം. മുച്ചൂട് നശിച്ച ഇല്ലങ്ങൾ വാങ്ങി തിരിച്ചും മറിച്ചും കച്ചവടം ചെയ്തെന്ന് പറയാൻ പറഞ്ഞു. ഈ ജാതകത്തിന് ഭൂമി കച്ചവടം ശരിയാവില്ലാത്രേ. ഞാൻ തിരിച്ചുമറിച്ച് ഇല്ലങ്ങളും പറമ്പുകളും വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാ പട്ടാഴിയിലെ പത്തായപ്പുരം നിറഞ്ഞു കിടക്കുന്നതും അവിടുത്തെ ദാസ്യ പരമ്പരയെ മുഴുവൻ ഇക്കാലം അത്രയും തീറ്റിപ്പോറ്റിയതും. അതൊന്നും ആർക്കും അറിയണ്ടല്ലോ. നെറ്റി പേർക്കുന്ന കാശുകൊണ്ട് അന്നം തേടുക, അതാ എന്റെ പോളിസി. അന്നം തന്നെ ഉന്നം. അതിനുവേണ്ടി എന്തും ചെയ്യും. കേട്ടില്ലേ? ഈശ്വരൻ നിൽക്കാത്തതേ പറയൂ, പ്രവർത്തിക്കൂ. അകത്തിരിക്കുന്ന ആളോട് അനിയന് വേണ്ടി മനസ്സോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയാ. അമ്മേ നാരായണ. സർ, കൊച്ചിയിൽ നിന്ന് കാസിനോ ജോയ് മനയുടെ കാര്യം എന്തായെന്ന് വിളിച്ചു ചോദിച്ചു. ഏത് മന? നെല്ലൂർ മന. നമസ്കാരം സാറേ, ഇത് ഞാനാ ഉണ്ണി സാറ്. എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച മുഴുവൻ അട്ടപ്പാടിയിലായിരുന്നേ. ഒരു ഇഞ്ചിത്തോട്ടത്തിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. എന്റെ ആക്രാന്തം കൊണ്ടാവും കാര്യം അങ്ങോട്ട് നടന്നില്ല. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ് സത്യം. നിങ്ങളാ മന വാങ്ങിച്ചില്ലെങ്കിൽ എന്റെ കുടുംബം കഷ്ടത്തിലാവൂട്ടോ. നീ ആരാ? ആര്? തൃപ്രയർപ്പനോ? അയ്യോ, എടപ്പാൾ ഗിരീശൻ, മൂന്നാമൻ ദല്ലാൾ. നീയൊക്കെ ആരാന്ന് നിന്റെയൊക്കെ വിചാരം? അയ്യോ, ഞാനൊരു പാവം. നെല്ലൂർ മനയിലെ ഏത് കാരണവരോടാ നിങ്ങൾ അത് വിൽക്കാൻ സമ്മതമായത്? വെറുതെ എന്റെ റേഞ്ചിലൊക്കെ വരല്ലേ ഗിരീശ. ഞാൻ പരിധി വിട്ടാ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ. മൂന്നാം മാ എവിടെ? നെല്ലൂർ മനയുടെ പ്രമാണം. എന്താ? പാമ്പോ? എവിടെ? അയ്യോ, അപ്പുറത്ത് മുറ്റത്ത് സാർ. എന്റെ ആദിശേഷ. നായിന്റെ മോനെ, നിന്റെ തല എപ്പോഴേ പാമ്പിന്റെ വായി കേറി കഴിഞ്ഞിരിക്കുന്നു. കരിനീലിച്ച് കിടക്കാൻ സമയമായടാ നിനക്ക്. என்ன இன்னும் வேலை நிறுத்தி இங்க குடியிருத்து இல்லானா நான் இங்க பூரா சபிச்சு முடிச்சிடுவேன். நாகராஜா, ഒന്ന് മാറി. നാഗരാജാ, മാറി മാറി. രക്തം പൊടിഞ്ഞോ? എന്നെ കളിയാക്കാണോ? അനുഭവിക്കുന്നേ. പണ്ട് മുതലുള്ള നാട്ടുനടപ്പ് അതല്ലേ. ചെറുമി പുല്ലരിയാൻ കാട്ടിൽ കയറുന്നു, അരിവാള് കൊണ്ട് കല്ല് പൊട്ടുന്നു, കല്ലിൽ ചോര വരുന്നു, പിന്നെ ചൈതന്യം പ്രശ്നം. ജമീലെ, നിർത്തിക്കോ നിന്റെ തുണല്. കള്ളി. ജമീലയോ? പിന്നല്ലാതെ. കഴിഞ്ഞ ആഴ്ച വരെ അവള് ജമീലയായിരുന്നു. പിന്നെ മുരുകനെ കെട്ടി ശിവഗംഗയായി. അടുത്ത ആഴ്ച ഇവിടെ ആന്റണിയെ കെട്ടി കുഞ്ഞുമേരിയാവും. ഓടെ അവിടെ ഒരു മാറുക, അങ്ങോട്ടൊന്ന് മാറുക.
സമ്മതിച്ചിരിക്കണു സാറേ, സമ്മതിച്ചിരിക്കണു. EMS-നും വീട്ടിക്കും ശേഷം നമ്പൂരി സമുദായത്തിൽ പറഞ്ഞ തീപ്പൊരി ഞങ്ങള്. സാറേ, കണ്ട കീഴ്ജാതിക്കാര് കയ്യേറണ മുമ്പ് ആ മന പട്ടാഴി മനയോട് ചേരണമെന്നാ ദേവപ്രമാണം. അത് നടന്നേ പറ്റൂട്ടോ. രേഖകൾ പ്രകാരം എവിടെയോ ഒരു അവകാശി ജീവിച്ചിട്ടുണ്ടെന്നാ. അയാളെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടും തരും. ഉറപ്പാ? ഉറപ്പ്. അമ്മ കഥ പറയുന്നുണ്ടോ ഇല്ലേ? കഥയല്ല ഉണ്ണിയെ, മുത്തച്ഛന്മാരുടെ കാലത്ത് നടന്ന സത്യങ്ങളാ. രാമവർമ്മ തമ്പുരാനാണെന്ന് നാട് ഭരിച്ചിരുന്നതേ. വേഗം പറയൂ ആത്യമേ. ആ ഓട്ടുമന്തിൽ ഇത്തിരി വെള്ളം എടുത്തുണ്ടോ? തൊണ്ട താഴ്ചിട്ട് വയ്യ. സംഭവങ്ങളൊക്കെ നടന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഈ ചെമ്പ്ര ഒരു പുണ്യഭൂമി ആയിരുന്നു കേട്ടോ. വേദവും മന്ത്രവും ഉരുക്കഴിക്കുന്ന പവിത്രഭൂമിയെ രണ്ടായി ഭാഗിച്ചൊഴുകുന്ന ചെമ്പ്രപ്പുഴ. പുഴയ്ക്കക്കരയും ഇക്കരയും രണ്ടില്ലങ്ങൾ. ഒന്ന് മണിയങ്കോട്ടില്ലവും മറ്റൊന്ന് നെല്ലൂർ മനയും. ശരിക്കു പറഞ്ഞാൽ അനേകം ശിഷ്യ പരമ്പരകളുള്ള രണ്ട് ഗുരുകുലങ്ങൾ. മണിയങ്കോട്ട് വലിയ നമ്പൂതിരിക്ക് മക്കൾ 6 5 ആണും 1 പെണ്ണും. പെൺകുട്ടിയുടെ പേര് സാവിത്രി. കണ്ടാലോ അപ്സര കന്യക. അച്ഛനെ പോലെ തന്നെ ജ്ഞാനിയായിരുന്നു സാവിത്രി. അഞ്ജനം കൊണ്ട് കണ്ണെഴുതി, കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ മനുഷ്യാവതാരമെന്ന് ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു. ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി. ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത്. എന്നിട്ട് പോകുന്നുണ്ടോ നീ? പറയാത്തമ്മേ, എനിക്ക് കേക്കണം. 2 ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ, തർക്കങ്ങൾ, ബുദ്ധിയുടെ മാറ്റൊരയ്ക്കൽ. മണിയങ്കോട്ട് ഗുരുകുല ഒരടി മുന്നിൽ. ആരാ അവിടുത്തെ നായിക? സാവിത്രി. തവമാതാ പതിവ്രത. നിന്റെ അമ്മ പതിവ്രതയാണോ? അല്ല. സാവിത്രി, മാതാവിനെയാണ് നീ അപമാനിച്ചത്. ഞാൻ പറഞ്ഞതാണ് സത്യം. ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ 4-ാം ദിവസമാണ് തന്റെ പുരുഷനെ പ്രാപിക്കുന്നത്, അല്ലേ? അതെ, അതിനെന്താ? ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു. 2-ാം ദിവസം ഗന്ധർവന്, 3-ാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക്. അത് കഴിഞ്ഞ് 4-ാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ. അന്നല്ലേ സേകമുഹൂർത്തം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ബ്രാഹ്മണ ഭാര്യയും പതിവ്രതയല്ല. ജ്ഞാനിയാണ് നീ. മണിയങ്കോടിന്റെ മാനം നീ കാത്തു. ഇവിടെ കൊണ്ട് മതിയാക്കാൻ നെല്ലൂരെ. വരട്ടെ, ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ട് ഗുരുകുലം വീഴുന്ന് നെല്ലൂർ കാർന്നോര് നിരീക്ഷിച്ചു. പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർന്നോര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ. പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത്? മണിയൻകുട്ടി സാവിത്രി എന്തുത്തര പറഞ്ഞില്ലേ? ഉത്തരം കാർന്നോരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി. ആദ്യമേ സാവിത്രി എന്താ എഴുതിയത്? കാമരസം. സ്വന്തം തലയിലെഴുത്ത സാവിത്രി തിരുത്തി എഴുതിയത്. പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ? കന്യകയായ നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ. എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതിഭ്രഷ്ട് കൽപ്പിച്ചു. ഒടുക്കം സ്വന്തം അച്ഛന് മകളെ പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ടി വന്നു. വ്യസനം സഹിക്കവയ്യാതെ സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു. നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി. ഒരു ദിവസം നെല്ലൂർ മനയുടെ പടിപ്പുര തുറന്ന് സാവിത്രി വന്നു. തന്നെ കൈവിട്ട ദേവതകളെ അയാൾ വേണ്ടെന്ന് വെച്ചു. വടക്കിനിയിൽ ചാത്തന്മാരെ കുടിയിരുത്തി. അപ്പോഴേക്കും സാവിത്രി രക്ഷസായി മാറി നാട്ടിൽ ഉപദ്രവം കാട്ടിത്തുടങ്ങി.
അഗ്നിക്ക് നെയ്യെന്നോണം സ്വന്തം പട്ടടയിൽ നിന്നും അച്ഛന്റെ പക നടപ്പാക്കാൻ മകൾ യക്ഷിയായി അങ്ങട് അവതരിച്ചു ചെമ്പ്രയിൽ. സാവിത്രിയുടെ രക്തം വീണ തന്റെ മനയിൽ അനർത്ഥങ്ങൾ പ്രതീക്ഷിച്ച നെല്ലൂർക്കാരണവർ ഉളിയന്നൂർ തച്ചനെ വരുത്തി പുതിയ ഒരു എട്ടുകെട്ട് പണിയിച്ചു. പാലുകാച്ചലും സദ്യയും. ചെമ്പ്രയിൽ ഒരു ഉത്സവത്തിന്റെ ആഘോഷമായിരുന്നു അന്ന്. പക്ഷെ ആ രാത്രി പകവീട്ടലിന്റെ രാത്രി കൂടിയായിരുന്നു. സന്ധ്യാജപത്തിനു വേണ്ടി കുളിക്കാനിറങ്ങിയ നെല്ലൂർക്കാരണവരെ നേറിയക്ഷിയായി വന്ന സാവിത്രി അകപ്പകയോടെ കഴുത്തിൽ കോമ്പല് താഴ്ത്തി. പിറ്റേന്ന് ചെമ്പ്രപ്പുഴയിലാണ് കാരണവരുടെ ശവം പൊന്തിയത്. നെല്ലൂർ മനയിൽ അവശേഷിച്ചിരുന്നവരെല്ലാം ജീവനും കൊണ്ട് ചെമ്പ്ര വിട്ട് ഓടിപ്പോയി. അറിഞ്ഞോ വിശേഷം? അവൻ തിരിച്ചു വരുന്നു. ആരാ കുട്ടിയെ? കുഞ്ഞുണ്ണി. കൊടുക്ക നെല്ലൂർ മന വാങ്ങാൻ തന്നെ അവൻ തീരുമാനിച്ചു. എന്തു വിലക്ക്? ചുളുവിലക്ക്. എന്താ നിനക്ക് വേണോ? അവനെ ഇപ്രാവശ്യം സാവിത്രി തന്നെ കൊന്നോളും. നമ്മളതിന് ബന്ധപ്പെടണ്ട. വേണ്ട. പക്ഷേ അവനെ സാഹുത്രിയുടെ വിട്ടുകൊടുക്കില്ല ഞാൻ. അവനെ എനിക്ക് തന്നെ വേണം. വാ, വന്ന് വണ്ടി കയറി. കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. പൂർവം ഭവേൽ തിക്തമയം പുനസ്തു ജ്യേഷ്ഠോക്തി ന്യൂനം പ്രിയം ച. ഞാൻ പറഞ്ഞതൊന്നും ഉണ്ണിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എല്ലാം മനസ്സിലായി. മച്ചിയുടെ മകൻ മരുഭൂമിയിലെ മൃഗതൃഷ്ണയിലെ ജലത്തിൽ നിന്നും പൂക്കൾ പറിച്ചു ചൂടി മുയലിന്റെ കൊമ്പിൽ പണിത വില്ലുമെടുത്ത് കടലിൽ നായാട്ടിനിറങ്ങി. എന്താ വാക്യത്തിൽ വ്യാകരണ പശുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പക്ഷേ നോൺസെൻസ് ആണ്, മീനിംഗ്ലെസ്. ഇതുപോലൊരു അർത്ഥമില്ലാത്ത ശ്ലോകമാണ് പിഷാരടി മാമ ഇപ്പൊ എന്നോട് ചൊല്ലിയത്. നെല്ലൂർ മന അരക്കില്ല വണത്തെ. സംശയം വേണ്ട, അത് സത്യാണ്. യക്ഷിക്കഥകൾ പറഞ്ഞ് നാട്ടുകാരെ നശിപ്പിച്ച ഒരുപാട് മനകൾ കുഞ്ഞുണ്ണി ചുളുവിൽ വാങ്ങിച്ചിട്ടുണ്ട്. അറിയാം. അവിടെയൊക്കെ സായിപ്പന്മാര് ഡോളറുകൾ തന്ന് നല്ല ലാവിഷായിട്ട് താമസിക്കുന്നുണ്ട്. അതുപോലല്ല ഇത്. ഉണ്ണി അവിടേക്ക് പോകരുത്, പ്രത്യേകിച്ച് പട്ടാഴിന്നൊരാൾ. എന്താ പട്ടാഴിന്നൊരാൾ പോയാല് നെല്ലൂർ മന പിടിച്ച് വീഴുമോ? ഇതിനു മുമ്പ് ആരെങ്കിലും പട്ടാഴിന്ന് നെല്ലൂർ മനയ്ക്ക് പോയിട്ടുണ്ടോ? എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കും. വാസ്തുവാചാര്യൻ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാട് എങ്ങനെയാ മരിച്ചത്? ഇനിയിപ്പോ ഉണ്ണി അതൊന്നും അറിയണ്ട. അറിയണം എനിക്ക്. രാവും പകലും എന്റെ അച്ഛന്റെ കൂടെ നിഴൽ പോലെ നടന്നത് നിങ്ങളാ. പറയിപ്പിക്കും നിങ്ങളെ കൊണ്ട് ഞാൻ. നടന്നതെല്ലാം അവൻ അറിയട്ടെ. വാങ്ങാൻ പോണ മനയുടെ മേന്മയും ചെമ്പ്രയിൽ നടന്ന മനുഷ്യക്കുരുതികളും. ചെമ്പ്രയിൽ പണ്ട് സംഭവിച്ചതെല്ലാം ഒരു കഥ പോലെ ഓർത്തു നടന്നു ചെമ്പ്രക്കാർ. കാലവും തലമുറകളും മാറി വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പട്ടാഴി ഇല്ലത്തിന്റെ പടിപ്പുരയിൽ വന്ന് ഒരാൾ രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. തലയ്ക്ക് മീതെ നിൽക്കണ ശാപത്തിന്ന് ഒളിച്ചോടിയ നെല്ലൂർ മനയുടെ ജീവിച്ചിരുന്ന ഏക അവകാശിയായ നെല്ലൂർ ഹരിനാരായണനായിരുന്നു ആ നിർഭാഗ്യവാൻ. വാസ്തുവാചാര്യനായ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാദങ്ങളിൽ വീണ് തലതല്ലിക്കരഞ്ഞു. തിരുമേനി വന്ന് നെല്ലൂർ മന ശുദ്ധിയാക്കി തരണമെന്ന് അപേക്ഷിച്ചു. പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ട് മാത്രമേ സാവിത്രിയെ തളയ്ക്കാൻ പറ്റൂന്ന് നെല്ലൂർ ഹരിനാരായണൻ അറിയാമായിരുന്നു. സഹായം ചോദിച്ച് കാലിൽ വീണവരെ ആട്ടി ഓടിച്ചിട്ടില്ല പട്ടാഴിയിലാരും. പട്ടാഴി തിരുമേനി നെല്ലൂർ മനയിലേക്ക് വരാമെന്ന് വാക്കുകൊടുത്തു. അന്ന് പട്ടാഴിയിലുള്ളവരെല്ലാം തടഞ്ഞിട്ട് നിൽക്കാൻ കൂട്ടാക്കിയില്ല ശങ്കരൻ നമ്പൂതിരിപ്പാട്. പുറപ്പെട്ടു. അനിയനെയും സഹായി പിഷാരടിയെയും കൂട്ടി ആ ശാപഭൂമിയിലേക്ക്, നെല്ലൂർ മനയിലേക്ക്. ഓം വിശ്വകർമ്മണേ നമഃ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം തിരുമേനി ഇവിടെ താമസിച്ച് നെല്ലൂർ മന മനുഷ്യവാസ യോഗ്യമാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താൽ എന്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. പേർഷ്യന്ന് വന്ന മഠത്തിൽ അബ്ദുള്ള മന വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണം കൊണ്ട് ഞാൻ എന്റെ കടങ്ങളൊക്കെ വീട്ടും. ഇവളുടെ മരിച്ചുപോയ അമ്മയുടെ ആഗ്രഹം പോലെ ഇവളെ ഞാൻ പഠിപ്പിക്കും, വലിയ നിലയിലാക്കും. പിഷാരടി, അടുക്കളയിൽ ഗംഗാജലം തെളിച്ച് അഗ്നി തെളിയിക്കുക. മണിയങ്കോട്ട സാവിത്രി അറിയട്ടെ നമ്മളിവിടെ എത്തിയെന്ന്.